നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പി ശങ്കരമംഗലത്ത് KSRTC ബസ് ബൈക്കിലിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. കൊപ്പം മണ്ണേങ്ങാട് സ്വദേശി മുഹമ്മദ് റാഫിയാണ് മരിച്ചത്. പട്ടാമ്പി ശങ്കരമംഗലത്ത് KSRTC ബസ് ബൈക്കിലിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. കൊപ്പം മണ്ണേങ്കോട് വാൾപ്പള്ളിയാലിൽ മൊയ്തീന്റെ മകൻ മുഹമ്മദ് റാഫിയാണ് മരിച്ചത്. 33 വയസ്സാണ്. കൊപ്പം മുളയങ്കാവ് റോഡിലെ മത്സ്യമാർക്കറ്റിലെ തൊഴിലാളിയാണ് മരിച്ച മുഹമ്മദ് റാഫി. വ്യാഴാഴ്ച വൈകുന്നേരം 3 മണിയോടെയായിരുന്നു അപകടം സംഭവിച്ചത്. പട്ടാമ്പി ഭാഗത്തു നിന്നും പെരിന്തമണ്ണ ഭാഗത്തേക്ക് പോകുകയായിരുന്ന KSRTC ബസ് എതിരെ ബൈക്കിൽ വരികയായിരുന്ന മുഹമ്മദ് റാഫിയെ ഇടിക്കുകയായിരുന്നു. ഗുരുതരമായ പരിക്ക് പറ്റിയ റാഫിയെ ഉടൻ തന്നെ പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപകടം നടന്ന റൂട്ടിൽ വലിയ തോതിലാണ് രക്തം തളം കെട്ടി നിന്നിരുന്നത്. ഓടിക്കൂടിയ നാട്ടുകാരാണ് അപകടത്തിൽപ്പെട്ട ആളെ ആശുപത്രിയിൽ എത്തിച്ചത്. പോലീസും സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ഏറെ നേരം പാതയിൽ ഗതാഗത തടസ്സവും ഉണ്ടായി. എല്ലാ വർഗീയതയെയും കേരളത്തിൽ ശക്തിപ്പെടുത്താനുള്ള ശ്രമമാണ് കോൺഗ്രസ് നടത്തുന്നതെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ. ഇതിലൂടെ സാമൂഹികാന്തരീക്ഷം തകർക്കുകയും പിണറായി സർക്കാരിന്റെ തുടർച്ച ഉണ്ടാകുന്നത് ഒഴിവാക്കുകയുമാണ് ലക്ഷ്യമിടുന്നതെന്നും A. വിജയരാഘവൻ ആരോപിച്ചു. പട്ടാമ്പിയിൽ CPMന്റെ ഗൃഹസമ്പർക്ക പരിപാടിക്കിടെയായിരുന്നു A. വിജയരാഘവന്റെ പ്രതികരണം. കേരളത്തെ വർഗീയവൽക്കരിക്കുക എന്നുള്ളത് ഇന്ത്യയാകെ വർഗീയവൽക്കരിക്കാൻ ഹിന്ദു തീവ്രവാദ ശക്തികൾ ശ്രമിക്കുന്ന ഒരു സന്ദർഭത്തിൽ അതിന്റെ പുറത്താണ് കേരളം. മതന്യൂനപക്ഷത്തിന് വലിയ പരിരക്ഷ നൽകുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ കേരളത്തെ കൂടി വർഗീയവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തീവ്ര ഹിന്ദുത്വ ശക്തികൾ കേന്ദ്ര ഗവൺമെന്റിന്റെ പിൻബലത്തോടു കൂടി വലിയ പരിശ്രമം നടത്തുന്നുണ്ട്. ഈ അവസരത്തിൽ തന്നെ കേരളത്തെ പൂർണ്ണ വർഗീയതയിലേക്ക് എത്തിക്കാൻ ന്യൂനപക്ഷ വർഗീയ ശക്തിയോടും വലിയ പരിശ്രമം നടത്തുന്നുണ്ട്. ഈ രണ്ടിന്റെയും ഗുണഭോക്താവാനാണ് കോൺഗ്രസ് പരിശ്രമിക്കുന്നത്. കേരളത്തിലെ പ്രതിപക്ഷം ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും ഹീനമായ ഒരു രാഷ്ട്രീയ കളിക്കാണ് നേതൃത്വം നൽകുന്നത്. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം അപക്വമായ രാഷ്ട്രീയ നേതൃത്വമായി അധപ്പതിച്ചിരിക്കുക. അതിന്റെ ഭാഗമായി എല്ലാ വർഗീയതയും കേരളത്തിൽ ശക്തിപ്പെടുത്തുക, കേരളത്തിന്റെ സാമൂഹ്യ ഘടനയിലെ സമാധാന അന്തരീക്ഷം തകർക്കുക. അങ്ങനെയാണെങ്കിലും പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഈ ഗവൺമെന്റിന്റെ ഒരു തുടർച്ച ഉണ്ടാവുന്നത് ഒഴിവാക്കുക എന്നുള്ള നിലയിൽ പൊതുവെ രാഷ്ട്രീയത്തിൽ അസ്വീകാര്യമായ മൂല്യത്തെ കേരളീയ ജനസമൂഹത്തിലേക്ക് പ്രചരിപ്പിക്കാനുള്ള വലിയ പരിശ്രമം കോൺഗ്രസ് നടത്തുകയാണ്. വർഗീയ ശക്തികളെ അധികാരത്തിലെത്തിക്കുവാനുള്ള ശ്രമമാണ് കോർപ്പറേറ്റ് മുതലാളിത്തം നടത്തുന്നത്. ഇത് കേരളത്തെ ഇരുട്ടിലേക്ക് നയിക്കും. ഇതിനെതിരെ ജനങ്ങൾക്കുള്ള ജാഗ്രതയാണ് CPMന്റെ കരുത്ത്. ഇടതുപക്ഷത്തെ മായ്ച്ചു കളയാനുള്ള ശ്രമങ്ങളാണ് UDFും BJPയും നടത്തുന്നത്. ഈ തിരിച്ചറിവ് മലയാളിക്കുണ്ടെന്ന് ഗൃഹസന്ദർശന പരിപാടിയിലൂടെ വ്യക്തമാവുന്നുണ്ടെന്നും A. വിജയരാഘവൻ സൂചിപ്പിച്ചു. അധികാരത്തിൽ ഈ ശക്തികളെ എത്തിക്കാൻ ഇന്ത്യയിലെ കോർപ്പറേറ്റ് മുതലാളിത്തം വലിയ പണം ചെലവഴിച്ചുകൊണ്ട് കേരളത്തിലെ മാധ്യമ മേഖലയിൽ CPM വിരുദ്ധത ഉൽപ്പാദിപ്പിക്കാനുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് വിജയിക്കുന്നത് കേരളത്തെ ഇരുട്ടിലേക്ക് നയിക്കും എന്ന തിരിച്ചറിവ് കേരളത്തിലെ സാധാരണ മനുഷ്യനുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് CPIM പ്രവർത്തകർക്ക് കേരളത്തിലെ വീടുകളിൽ ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന വലിയ സ്വീകാര്യത. ജനങ്ങളെല്ലാം അഭിപ്രായപ്പെടുന്നത് നമുക്ക് ഈ അപകടാവസ്ഥയെ മുറിച്ചു കടക്കണം. പ്രാദേശിക തെരഞ്ഞെടുപ്പിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും സംഭവിച്ചതല്ല കേരളത്തിൽ നടക്കാൻ പോകുന്നത്. അതീവ ജാഗ്രതയോടുകൂടി ഈ തീവ്ര വർഗീയവൽക്കരണത്തെ എല്ലാ വർഗീയ ശക്തികളും ഒരുമിച്ച് കേരളത്തിന്റെ മതനിരപേക്ഷ മൂല്യബോധത്തെ തകർക്കാൻ നടത്തുന്ന പരിശ്രമങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾക്കുള്ള ഒരു ജാഗ്രതയുണ്ട്. ആ ജനങ്ങൾക്കുള്ള ജാഗ്രതയാണ് CPMനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ കരുത്ത്. ഇടതുപക്ഷത്തെ മായ്ച്ചു കളയാൻ ഏറ്റവും മോശപ്പെട്ട ഹീനമായ രാഷ്ട്രീയ തന്ത്രങ്ങൾ കേരളത്തിലെ UDF സ്വീകരിക്കുന്നുണ്ട്, കേന്ദ്ര BJP സ്വീകരിക്കുന്നുണ്ട് എന്ന തിരിച്ചറിവ് മലയാളിക്കുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് CPMന്റെ സംസ്ഥാന കമ്മിറ്റി തീരുമാനമനുസരിച്ച് ഇപ്പൊ നടത്തുന്ന ഈ ഗൃഹ സമ്പർക്ക പരിപാടികൾ. ഈ കേരളത്തിന്റെ പുരോഗമന മതനിരപേക്ഷ മനസ്സിൽ ഇരുട്ട് കയറ്റാം എന്ന് കരുതുന്ന ശക്തികൾക്കൊപ്പമല്ല കേരളം നിൽക്കാൻ പോകുന്നത് എന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ബോധ്യപ്പെടുത്തും എന്നുകൂടി മനസ്സിലാക്കാൻ കിട്ടിയ ഒരവസരം കൂടിയാണ്.
LDF സർക്കാരിന്റെ നേട്ടങ്ങൾ ജനങ്ങൾക്കിടയിലുണ്ട്. കേരളത്തിന്റെ വളർച്ചയാണ് ലക്ഷ്യം. ഇടതുപക്ഷത്തിന്റെ തുടർഭരണം എന്നതിനേക്കാൾ കേരളത്തിന്റെ സാമൂഹ്യ മുന്നേറ്റത്തിന്റെ തുടർച്ചയാണ് ലക്ഷ്യമെന്നും A. വിജയരാഘവൻ സൂചിപ്പിച്ചു. പിന്നെ LDF അധികാരത്തിൽ വരിക എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയാണ് ഇപ്പൊ കഴിഞ്ഞൊരു ദശാബ്ദത്തില് കേരളത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഈ വികസനങ്ങളുടെ പൂർണ്ണത എന്നത്. ഇപ്പൊ കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ മേഖല, വിദ്യാഭ്യാസ ആരോഗ്യ മേഖല, പൊതു ജീവിതത്തിൽ വന്നിട്ടുള്ള നല്ല ഗുണപരമായ മാറ്റങ്ങൾ, അത് വെച്ചുകൊണ്ട് സാധാരണ മലയാളിയുടെയും കേരളീയന്റെയും ജീവിത നിലവാരത്തെ ഇന്നുള്ളതിനേക്കാൾ മെച്ചപ്പെട്ടൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകാനുള്ള കാഴ്ചപ്പാടാണ് LDF മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ആ കാഴ്ചപ്പാടിന്റെ ഒരു പൂർണ്ണത അപ്പൊ നമ്മുടെ ചെറുപ്പക്കാർക്ക് ഈ പുതിയ കാലത്തിന് അനുയോജ്യമായ സാധ്യതകളെ ഉപയോഗപ്പെടുത്താൻ കഴിയുക, സാധാരണ ജനവിഭാഗങ്ങൾക്ക് വലിയ തോതിലുള്ള കേന്ദ്ര നയങ്ങളുടെ ഭാഗമായിട്ടുള്ള ബുദ്ധിമുട്ടിനെ പ്രതിരോധിക്കാനാവുക, അതിനെ അവരെ സഹായിക്കുക. അതോടൊപ്പം തന്നെ കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വിപുലീകരണം നടത്തുക, മതനിരപേക്ഷത പരിരക്ഷിക്കുക. വളരെ ഉത്കൃഷ്ടമായ ഒരു കാഴ്ചപ്പാടാണ് LDF ഉള്ളത്. ആ കാഴ്ചപ്പാടിന്റെ ഭാഗമായി കേരളത്തിന്റെ പൊതു വളർച്ചയും അതിലൂടെ എല്ലാ മനുഷ്യന്റെയും ജീവിതത്തിലെ ജീവിത നിലവാരത്തെ ഒന്നുകൂടി മെച്ചപ്പെടുത്തുക, ആ കാഴ്ചപ്പാടിലുള്ള ഒരു പ്രവർത്തനം. അത് ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാന ഗവൺമെന്റും ചെയ്യാത്ത മഹത്തായ കാര്യങ്ങളാണ് ഈ ഗവൺമെന്റ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. അതിന്റെ ഒരു തുടർച്ച ഉണ്ടാവുക എന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ ഒരു ആവശ്യകതയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഒരു തുടർഭരണം എന്നതിനേക്കാൾ ഉപരി സമഗ്ര തലത്തിലുമുള്ള കേരളത്തിന്റെ വളർച്ച എന്നതിനാണ് പ്രാധാന്യം. അവിടെയാണ് ജനങ്ങളാണ് അടിസ്ഥാനപരമായ അവരുടെ ജീവിതമാണ് പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ തുടർഭരണം എന്നതിനേക്കാൾ ഉപരി കേരളത്തിന്റെ സാമൂഹ്യ മുന്നേറ്റത്തിന്റെ വിപുലമായ തുടർച്ച എന്ന ലക്ഷ്യബോധത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നത്. പട്ടാമ്പി മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിലെ വീടുകളിലായിരുന്നു സന്ദർശനം. CPM ജില്ലാ കമ്മിറ്റി അംഗം MP വിനയകുമാർ, AV സുരേഷ്, KC ഷാജി, AM നാരായണൻ, MR ജയശങ്കർ ഉൾപ്പെടെയുള്ള നേതാക്കളും ഗൃഹസന്ദർശനത്തിൽ പങ്കെടുത്തു. തൃത്താല കൂറ്റനാട് റോഡിൽ നിർമ്മാണം പുരോഗമിക്കുന്ന ഓവുപാലത്തിന് സമീപം റോഡിൽ വിള്ളലുകൾ രൂപപ്പെട്ടു. റോഡിലൂടെ ഭാരവാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയെങ്കിലും പാലിക്കപ്പെടാത്തതിനാൽ വൻ അപകട സാധ്യതയാണ് നിലനിൽക്കുന്നത്. തൃത്താല കൂറ്റനാട് റോഡിൽ സൗത്ത് തൃത്താല ആടുവളവ് ഭാഗത്തിന് സമീപത്തെ അപകടാവസ്ഥയിലായിരുന്ന ഓവുപാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുകയാണ്. ഒരു വശത്തെ സ്ലാബ് നിർമ്മാണം പൂർത്തിയായതോടെ മറുവശത്തെ നിർമ്മാണ ജോലികളാണ് പുരോഗമിക്കുന്നത്. ഇതിനിടെ കഴിഞ്ഞ ദിവസം പാലത്തിനരികിലെ വാഹനങ്ങൾ കടന്നുപോകുന്ന ഭാഗത്തെ റോഡ് വിള്ളലുകൾ രൂപപ്പെട്ട് ഇടിഞ്ഞു താഴ്ന്നു. ഇതോടെ അപകട സാധ്യത കണക്കിലെടുത്ത് പൊതുമരാമത്ത് വകുപ്പ് ഭാരവാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയെങ്കിലും ടിപ്പർ ലോറികളും ടോറസുകളും ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഇപ്പോഴും ഇതുവഴി യാത്ര തുടരുകയാണ്. ഇടിഞ്ഞു താഴ്ന്ന ഭാഗത്ത് കൂടിയുള്ള വാഹനയാത്ര വൻ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത്. കഴിഞ്ഞ മഴക്കാലത്ത് ഓവുപാലത്തിന്റെ ബലക്ഷയം മൂലം പാലത്തിന്റെ മുകളിലും സമീപത്തുമായി റോഡിൽ വിള്ളലുകളും രൂപപ്പെട്ടിരുന്നു. ഇതോടെയാണ് പാലം പൂർണ്ണമായും പൊളിച്ചുമാറ്റി പുതിയത് നിർമ്മിക്കുന്നത്. നിലവിൽ ഭാരം കയറ്റിയ വാഹനങ്ങൾ കടന്നുപോയാൽ റോഡ് പൂർണ്ണമായും ഇടിഞ്ഞു താഴ്ന്ന് വന്നപകടം സംഭവിക്കുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ. ഇത്തരം ആശങ്കകൾക്കിടെ ഭാരം കയറ്റിയ ടോറസ് ലോറികളെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സൗത്ത് തൃത്താലയിൽ നാട്ടുകാർ തടഞ്ഞിടുകയും ചെയ്തിരുന്നു. വല്ലപ്പുഴ ചെറുകോട് കാട്ടുപന്നിയുടെ കുത്തേറ്റ് വീട്ടമ്മയ്ക്ക് പരിക്ക്. ചെറുകോട് സ്വദേശിനി പാറുക്കുട്ടിക്കാണ് പരിക്കേറ്റത്. വല്ലപ്പുഴ ചെറുകോട് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ 76 വയസ്സുകാരിക്ക് പരുക്ക് പറ്റി. പടിഞ്ഞാറ്റുമുറി സ്വദേശിനി പാറുക്കുട്ടിയമ്മയ്ക്കാണ് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ പരുക്ക് പറ്റിയത്. കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് റോഡിലൂടെ നടന്നു പോകുകയായിരുന്ന പനമ്പറ്റയിൽ പാറുക്കുട്ടിയമ്മയ്ക്ക് നേരെ കാട്ടുപന്നി ഓടിയെത്തുകയായിരുന്നു. പ്രദേശത്തെ തോടിനോട് ചേർന്നുള്ള പാലത്തിനടുത്തെത്തിയപ്പോൾ ദൂരെ നിന്നും ഓടി വന്ന കാട്ടുപന്നി പാറുക്കുട്ടിയമ്മയ്ക്ക് നേരെ വരികയും ആക്രമിക്കുകയും ചെയ്യുകയായിരുന്നു. പന്നിയുടെ ഇടികൊണ്ട പാറുക്കുട്ടിയമ്മ സമീപത്തെ 10 അടിയോളം താഴ്ചയിലേക്കുള്ള തോട്ടിലേക്ക് മറിയുകയും ചെയ്തു. ഇവരുടെ നിലവിളി കേട്ട് ആളുകൾ ഓടിക്കൂടുകയും ഇവരെ വീട്ടിലെത്തിക്കുകയും ചെയ്തു. എന്നാൽ ശാരീരിക വേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. തിങ്കളാഴ്ച ചെയ്തുകൊണ്ട് ശിവന്റെ ക്ഷേത്രത്തിൽ പോയിട്ട് നാമം ചൊല്ലി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വരികയുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ റോഡിന് വരുമ്പോൾ ഈ പുറത്ത് ഈ സൈഡിൽ സുബ്രഹ്മണ്യൻ്റെ അമ്പലമുണ്ട്, അവിടേക്ക് വരികയായിരുന്നു. അവിടേക്ക് വരുന്ന സമയത്ത് ഞാൻ ആ റോഡിൽ നിന്ന് തിരിഞ്ഞ് പാടത്തിന് തോടിന് പാലം കെട്ടിയിട്ടുണ്ട്. ആ പാലത്തിൻ്റെ അവിടേക്ക് എത്തിയപ്പോൾ പിന്നെ ഒരു പശുക്കുട്ടി പോലെ ഒന്ന് വരുന്ന കണ്ടു ദൂരത്തുനിന്ന്. അടുത്ത് വന്നപ്പോൾ അത് പന്നിയാണ്. അയ്യോ പന്നി പറഞ്ഞിട്ട് ഞാൻ ആ പാലത്തിൻ്റെ ഉള്ളിൽ സൈഡിലേക്ക് മാറി നിന്നു. പന്നി വന്നത് തല കുടുക്കിയിട്ട് വന്നിട്ട് പിന്നെ ഒരു തട്ടിയിട്ട് ഞാൻ തോട്ടിലേക്ക് വീണു. പിന്നെ പന്നി പോയി നിന്ന് കണ്ടു തോട്ടിലേക്ക് അത് വീണ്. ഇപ്പോൾ ഈ സൈഡിൽ വീണിട്ടായിരിക്കും, വലത്തെ സൈഡിന് വീണതെന്നോ തോന്നുന്ന ചെയറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വലത്തെ സൈഡിന് വീണിട്ട് കയ്യിന് കേട് പറ്റിയിട്ട് കൈ കൊണ്ട് വീണ് ഒന്നിനും വയ്യാതെ അങ്ങനെ
അപ്പുറത്ത് ഈ പാടത്ത് വാഴങ്കന്ന് പറിക്കണ ഒരു മുസ്ലിം ചെക്കുണ്ടായിരുന്നു. അവന് ഓടി വന്നു. എൻ്റെ നെരോളി കേട്ടിട്ട് അത്ര വന്നേ. പന്നിശല്യം വർദ്ധിച്ചു വരുമ്പോഴും ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തുനിന്നും ആവശ്യമായ നടപടികൾ ഉണ്ടാകുന്നില്ലെന്ന ആക്ഷേപവും ഉയരുന്നു. അറിയാലോ, ഇപ്പൊ നമ്മളെ അവിടെ പനമാമ്പല്ലി കാട്ടുപന്നിന്റെ ശല്യം ഭയങ്കര ബുദ്ധിമുട്ടിനാണ് അവിടെ ഈ 19-ാം വാർഡില്. അതിന്റെ ശല്യം അപ്പൊ ഈ രാത്രി കൂടെയല്ല, പകലാണ് ഇത് നടന്നിട്ടുള്ളത്. അതായത് 9 മണിക്ക് സ്കൂൾ കുട്ടികളൊക്കെ പോണ സമയമാണ് അത്. ഈ സമയത്താണ് ഇപ്പൊ നടന്നിട്ടുള്ളത്. നമ്മളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു ഇതായിട്ടാണ് അവിടെ ജീവിക്കുന്നത്. ഇതിനെതിരെ ബന്ധപ്പെട്ട ഭരണസമിതികൾ ഇതിനെതിരെ നടപടി എടുത്തില്ല വെച്ചാല് ഭാരതീയ മത്സ്യ സംഘം ഇതിന് വൻപം പ്രതിഷേധ പരിപാടിയായിട്ട് പോകാനാണ് തീരുമാനം. ചാലിശ്ശേരി മുലയംപറമ്പത്ത് കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ മകരച്ചൊവ്വ മഹോത്സവത്തിന്റെ ഭാഗമായി കേന്ദ്ര പൂരാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 3ാമത് ശ്രീ മുലയംപറമ്പത്ത് കാവമ്മ പുരസ്കാര സമർപ്പണം നടത്തി. കേന്ദ്ര പുരാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈകിട്ട് 7-ന് ക്ഷേത്രമൈതാനത്ത് ഭദ്രദീപം തെളിയിച്ചു. തുടർന്ന് 4 പതിറ്റാണ്ടിനപ്പുറം ക്ഷേത്രങ്ങളിൽ ഇലത്താളം നടത്തിയ കലാകാരൻ കണ്ണനാലത്ത് മോഹനന് കേന്ദ്ര പുരാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് കെ മുരളി ശ്രീ മുലയംപറമ്പത്തമ്മ പുരസ്കാരം നൽകി. പൂരാഘോഷത്തിന് ആനയുടെ ഏക്കത്തുക ഒഴിവാക്കി 5 ലക്ഷം രൂപയ്ക്ക് പാവപ്പെട്ട കുടുംബത്തിന്റെ വീട് പുനർനിർമ്മിച്ചു നൽകി മാതൃകയായ നവയുഗ പുരാഘോഷ കമ്മിറ്റിക്ക് സെക്രട്ടറി ശ്രീജിത്ത് പടിഞ്ഞാറേമുക്ക് ആദരവ് നൽകി. കെ പ്രേമൻ ഏറ്റുവാങ്ങി. മകരച്ചൊവ്വയുടെ ഭാഗമായി വൈകിട്ട് നാടൻ വേലകളായ തിറ, പൂതൻ എന്നിവ ക്ഷേത്രത്തിലെത്തി. രാത്രി തിരുവനന്തപുരം ജോസ്കോ ഓർക്കസ്ട്രയുടെ ഗാനമേളയുമുണ്ടായി. മാർച്ച് 1-നാണ് പ്രസിദ്ധമായ മുലയംപറമ്പത്ത് പൂരാഘോഷം നടക്കുക. പരിപാടികൾക്ക് കേന്ദ്ര പുരാഘോഷ കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് കെ മുരളി കുന്നത്തേരി, സെക്രട്ടറി ശ്രീജിത്ത് പടിഞ്ഞാറേമുക്ക്, ട്രഷറർ CK സുഷിയാലിക്കര, വൈസ് പ്രസിഡന്റ് ജയൻ, ജോയിന്റ് സെക്രട്ടറി പ്രശാന്ത് കല്ലുപുറം, രക്ഷാധികാരി രാജൻ പുലിക്കോട്ടിൽ, പ്രദീപ് ചെറുവാശ്ശേരി, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ രതീഷ്, ദിബീഷ്, നിഷാദ്, സുബി, ഗിരീഷ്, സുനീഷ്, സജിത്ത് എന്നിവർ നേതൃത്വം നൽകി. വിമുക്തി പദ്ധതിയുടെ ഭാഗമായി പട്ടാമ്പിയിൽ കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് പ്രോഗ്രാം സംഘടിപ്പിച്ചു. ഗവൺമെന്റ് കോളേജിലായിരുന്നു പരിപാടി. റാലിയും ഉണ്ടായിരുന്നു. ലഹരി എന്ന വിപത്തിനെതിരെ സമൂഹത്തെ സജ്ജമാക്കുന്നതിനും സുരക്ഷിതമായ ഒരു ഭാവി തലമുറയെ വാർത്തെടുക്കുന്നതിനുമായി സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കി വരുന്ന വിമുക്തി മിഷന്റെ ഭാഗമായാണ് പട്ടാമ്പി മണ്ഡലതല കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് പ്രോഗ്രാം സംഘടിപ്പിച്ചത്. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ വെച്ചായിരുന്നു പരിപാടി. രാവിലെ ലഹരി വിരുദ്ധ സന്ദേശ റാലിയോടെയാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചത്. പട്ടാമ്പി സെന്റ് പോൾസ് സ്കൂളിലെ ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടെ മേലെ പട്ടാമ്പി ചെർപ്പശ്ശേരി റോഡ് ജംഗ്ഷനുമാണ് സന്ദേശ റാലി ആരംഭിച്ചത്. ജില്ലാ വിമുക്തി മാനേജറും എക്സൈസ് കമ്മീഷണറുമായ S. സജീവ് ഫ്ലാഗ് ഓഫ് നിർവഹിച്ചു. തുടർന്ന് ഗവൺമെന്റ് കോളേജിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ TP ഷാജി ഉദ്ഘാടനം ചെയ്തു. ഒരു കാര്യം നമ്മൾ ശ്രദ്ധയോടെ കാണേണ്ടത്, മദ്യമല്ലാത്ത മറ്റുള്ള ലഹരികളൊക്കെ തന്നെ, ലഹരി വസ്തുക്കളൊക്കെ തന്നെ മണിക്കൂറുകൾക്കകം നമുക്ക് എത്തുന്ന രീതിയിലാണ് ഇതിന്റെ ഒരു ശൃംഖല കേരളത്തിലുടനീളം വ്യാപിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇരിക്കുന്ന പ്രദേശത്ത് ഉൾപ്പെടെ ഇതിന്റെ വാഹകരായ നിരവധി ആളുകളുണ്ട്, ഇതിന്റെ വിൽപ്പനക്കാരായ നിരവധി ആളുകളുണ്ട് എന്നുള്ളതാണ്. അതിൽ വിദ്യാർത്ഥികളുണ്ട്, ചെറുപ്പക്കാരായ ആളുകളുണ്ട്, മറ്റു പല ആളുകളുണ്ട്. അപ്പൊ അത് സമൂഹത്തിൽ നിന്ന് എന്നേക്കുമായി തുടച്ചു കളയുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് കേരള സർക്കാർ ഇത്തരം പദ്ധതികളൊക്കെ രൂപം നൽകുന്നത്. ഒരു പക്ഷേ വിദ്യാർത്ഥികളിൽ നിന്ന് ആരംഭിച്ചു കഴിഞ്ഞാൽ ഒരു അവബോധം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് പരമപ്രധാനം. നമുക്കറിയാം, നമ്മളൊക്കെ ഓരോ ദിവസവും ഓരോ വാർത്തകളും കണ്ട് അത്ഭുതത്തോടു കൂടി നോക്കിക്കാണും. കാരണം നമ്മളൊക്കെ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ അമ്മ, നമ്മുടെ ഉമ്മ, നമ്മുടെ പെങ്ങന്മാർ, സഹോദരന്മാർ, സഹോദരിമാർ, ഇതൊക്കെ നമ്മൾ പരസ്പരം തിരിച്ചറിയുന്നത് നമ്മളൊക്കെ ഒരു സ്വബോധമുള്ള ആളുകളായതുകൊണ്ടാണ്. ഒരു പക്ഷേ അത് ഇല്ലാതാകുമ്പോഴോ അത്തരത്തിലുള്ള ബന്ധങ്ങൾ ഇല്ലാതാകും. മാത്രമല്ല, കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ പത്രത്തിൽ വായിച്ചു, എന്നെ
ഈ ഭൂമിയിലേക്ക് പിറവിയെടുത്തതിന്റെ പേരിലാണ് സ്വന്തം അമ്മയെ വെട്ടിക്കുന്നത് എന്ന് ഒരു ചെറുപ്പക്കാരൻ വിളിച്ച് പറയുമ്പോൾ നമ്മുടെ ഇന്നത്തെ സമൂഹം ഏത് രീതിയിലേക്കാണ് പോകുന്നത് എന്ന് നമുക്ക് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ മണികണ്ഠൻ ലഹരിവിരുദ്ധ പ്രതിജ്ഞ എടുത്തു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ പി രാമദാസ് അധ്യക്ഷനായിരുന്നു. കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ രശ്മി, അഡ്വക്കേറ്റ് വി മനോജ്, എം വി മോഹനൻ, സഫ നിസാർ, ടി ആർ ഹരിനന്ദൻ, എച്ച് വിനു തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. പരിമിതികളെ മറികടന്ന് മനസ്സിന്റെ ഇച്ഛാശക്തിയിൽ ശിങ്കാരിമേളത്തിൽ അരങ്ങേറ്റം കുറിച്ച് പൂമ്പാറ്റ ടീം. പാലക്കാട് ചെറുപ്പുളശ്ശേരി പേങ്ങാട്ടിരിയാണ് വീൽചെയർ ശിങ്കാരിമേളത്തിന്റെ അരങ്ങേറ്റ വേദിയായത്. പാലക്കാട്, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ നിന്നുള്ള ഭിന്നശേഷിക്കാരുടെ ശിങ്കാരിമേളം ഗ്രൂപ്പ് പൂമ്പാറ്റ ടീം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. തൃശൂർ പെപ്പിൻ ജോർജിന്റെ ശിക്ഷണത്തിലാണ് പൂമ്പാറ്റ ടീം ശിങ്കാരിമേളം അഭ്യസിക്കുന്നത്. പെപ്പിൻ ജോർജും അപർണയുമാണ് ഗ്രൂപ്പിനെ നയിക്കുന്നത്. ചാലിശ്ശേരി പഞ്ചായത്തിൽ നിന്നും നിയാസ്, കപ്പൂർ പഞ്ചായത്തിൽ നിന്നും രമേശ് എന്നിവരും ടീമിന്റെ ഭാഗമാണ്. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.